കൊച്ചി നഗരസഭ മേയർ ഏതാണ്ട് 80% ക്ലീനിങ് പ്രോസസ്സ് നടത്തിയെന്നും പറഞ്ഞ് വാർത്തകൾ നൽകുകയും അതിനുശേഷമുണ്ടായ മഴയത്ത് കാണകൾ മുഴുവൻ നിറഞ്ഞ് ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായ സ്ഥിതിയാണ് നമുക്ക് ഈ കുറച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാൻ സാധിച്ചത്. നമുക്കറിയാം, ഇവിടെ വലിയ കാണകളും കായലുകളും ഡീസൽ ടീയും അതോടൊപ്പം തന്നെ പായലുകളും പോളകളും മാറ്റുന്ന ഒരു സ്ഥിതി കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പറഞ്ഞത്. മഴക്കാലത്തിന് മുമ്പ് അത് ചെയ്തു തീർക്കേണ്ട ഒരു പ്രവൃത്തിയാണ്. ഇത്തരം കാണകളുടെ ലിസ്റ്റും കായലിലെ ലിസ്റ്റും എല്ലാം ഉണ്ട്. കൽവത്തി കനാൽ കൊച്ചിയില, രാമേശ്വരം കനാൽ, മുണ്ടമ്മേലി പണ്ടാരച്ചിറ തോട്, വാലുമേൽ തോട്, മാന്തറ കനാൽ, എടപ്പള്ളി ചങ്ങാടംപോക്ക്, കാരണക്കോടം, ചെട്ടിച്ചിറ, തേവര പേരണ്ടൂർ കനാൽ, എടപ്പള്ളി തോട്, കരിത്തോട്, അങ്ങനെ ഒട്ടനവധി തോടുകൾ, പഷ്ണിത്തോട്, അങ്ങനെ ഒട്ടനവധി തോടുകളിലെ ക്ലീനിങ് പ്രോസസ്സ് നടക്കാനുണ്ട്. മേയർ ഇതുവരെയും ഈ പറഞ്ഞ ലിസ്റ്റുകൾ പറഞ്ഞ തോടുകളിലെയും കായലുകളിലെയും പണി എത്ര തീർന്നു എന്നുള്ള പറയേണ്ടതായിട്ടുണ്ട്. ഇന്ന് കൗൺസിൽ വിളിച്ചതിൽ ആ കൗൺസിലിൽ ഇന്നത്തെ ഒരു അജണ്ടയിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത്തരം തോടുകളിലെ പണി എത്രമാത്രം തീർന്നു, മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ പരിപാടിയിൽ എന്തോരം വർക്കുകൾ തീർന്നു, എത്ര രൂപ അതിനുവേണ്ടി മുടക്കി, ഇത്തരം കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഇന്ന് കൗൺസിൽ അജണ്ടയിൽ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു മറുപടിയും പറയാണ്ടിരിക്കാൻ വേണ്ടിയാണ് മേയർ മനഃപൂർവ്വം ഇത്തരം നാടകം കാണിച്ചുകൊണ്ട്, നമുക്കറിയാം റിപ്പോർട്ടർ ചാനലിൽ നിന്നടക്കം ഇറങ്ങി ഓടിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇന്നും കൗൺസിൽ ഹാളിൽ നിന്ന് ഇറങ്ങി ഓടുന്ന സ്ഥിതി നമുക്കറിയാം. ഇവിടെ മഴക്കാല പൂർവ്വ ശുചീകരണമായിട്ട് യാതൊരുവിധ ഒരു ക്ലീനിങ്ങും നടന്നിട്ടില്ല. CSML 10 കോടി രൂപ കൊടുത്തു, അതെടുത്തിട്ട് നമ്മളുടെ ഇവിടുത്തെ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാവുന്ന രീതിയിലേക്ക് പോയി. അതോടൊപ്പം തന്നെ ബ്രേക്ക് ത്രൂവിന്റെ പ്രോഗ്രാംസ് ഒന്നും നടന്നിട്ടില്ല. ബ്രേക്ക് ത്രൂ പരിപാടികൾ ഒന്നും തന്നെ നടന്നിട്ടില്ല. അവരുടെ പണികൾ മുല്ലശ്ശേരി കനാൽ തകർന്ന് തരിപ്പണമായി കിടക്കണം. എത്ര കൊല്ലം ഇപ്പോൾ കിടക്കുന്നത്? ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇതൊക്കെ ചെയ്യണ്ടേ? ഒട്ടനവധി കാണുകൾ, ഡ്രെയിനേജുകൾ ക്ലീൻ ചെയ്യാണ്ട്. ഡ്രെയിനേജുകളിലെ കണക്കെടുക്കുമ്പോൾ ഈ ഡ്രെയിനേജിന്റെ 8 ലക്ഷം രൂപ തന്നെന്ന് പറയുന്നു. ആ 8 ലക്ഷം രൂപ തന്നതിൽ ചെറിയ കാണകൾ ഓരോ ഡിവിഷനിലെ ആ ഡിവിഷനിലെ സ്ഥിതി നോക്കിയിട്ട് വേണം ആ ലിസ്റ്റ് എടുത്ത് പ്രിപ്പയർ ചെയ്ത് ഓവർസിയർ അതിന് ഫണ്ട് കൊടുക്കാൻ. ചില സ്ഥലങ്ങളിൽ നമുക്ക് 5 ലക്ഷം കൊണ്ട് തീരും, ചില സ്ഥലങ്ങളിൽ 8 ലക്ഷം കൊണ്ട് തീരാത്ത സ്ഥലങ്ങളുണ്ട്. ഒരു കൗൺസിലിന്റെ ഒരു ഭാഗത്ത് ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ഇത്തരം തുക കൊണ്ട് തീർക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ അത് തീർത്തുകൊണ്ട് മാത്രമായില്ല, കാണയിൽ നിന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളം ഡീസിൽ ചെയ്ത് പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ വലിയ കാണകളും കനാലുകളും അതോടൊപ്പം തന്നെ അതിന്റെ മൗത്തുകളും, നമുക്കറിയാം തോപ്പുംപടി പാലത്തിന്റെ ഇറക്കിന് പോയി നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കും ചെളി തിങ്ങിക്കിടക്കണേ. അതോടെ തന്നെ എടപ്പള്ളി തോടിന്റെ ഭാഗത്ത് നിന്ന് അതിന്റെ മൗത്ത് നോക്കിയാൽ നമുക്കറിയാം അവിടെയും ചെളി തിങ്ങിക്കിടക്കുന്നു. ഇവിടെ എങ്ങും ഡീസിൽ ചെയ്യാണ്ട് നിങ്ങൾ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ പായലുകളും മാറ്റിയ സ്ഥലത്ത് പായലുകൾ സൈഡിലേക്ക് ഒതുക്കി വെച്ചൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. പായലുകളൊന്നും അവിടെ നിന്ന് എടുത്തു മാറ്റിയിട്ടില്ല. അടുത്തൊരു മഴ പെയ്യുമ്പോൾ ആ പായലുകൾ വീണ്ടും വെള്ളത്തിലേക്ക് വരുന്ന സ്ഥിതി. അപ്പൊ ഇത്തരം സ്ഥിതി മറച്ചു പിടിക്കുന്നതിന് വേണ്ടി ആണ് അദ്ദേഹം ഇന്ന് കൗൺസിലിൽ നിന്ന് ഞങ്ങൾ കൊടുത്ത പരാതികളിലും ഞങ്ങൾ കൊടുത്ത ആവശ്യങ്ങളും ഒന്നും പറയാതെ തന്നെ ഞങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കാതെ ഞങ്ങൾ കായലുകളിലെ ലിസ്റ്റ് കൊടുക്കും, കായലുകളിലെ എത്ര രൂപ അവിടെ സ്പെൻഡ് ചെയ്തെന്നുള്ള ചോദിക്കും എന്നുള്ള അത് പബ്ലിക് അറിയും എന്നുള്ള ഒരു പേടി കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇറങ്ങി ഓടിക്കളഞ്ഞത്. പിന്നെ ജെറ്റിംഗ് ആൻഡ് സക്കിംഗ് മെഷീൻ, നമുക്കറിയാം ജെറ്റിംഗ് ആൻഡ് സക്കിംഗ് മെഷീൻ നാളിതുവരെയും ഞങ്ങളുടെ ഡിവിഷനിൽ ഒന്നും വന്നിട്ടില്ല. അത് 9 പശ്ചിമകൊച്ചി ഭാഗത്തും അതുപോലെ എറണാകുളം സിറ്റിക്കകത്ത് നമ്മളിത് കണ്ടിട്ടില്ല. എന്താണെങ്കിൽ 9 കോടി രൂപ മുടക്കി വാങ്ങിയ ജെറ്റിംഗ് ആൻഡ് സക്കിംഗ് മെഷീൻ അതുകൊണ്ട് യാതൊരു ഉപകാരമില്ലാതെ അത് മാറിക്കിടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതൊക്കെ വാങ്ങുന്ന മെഷീനുകൾ നമുക്കറിയാം CSML ആണ് ടെൻഡർ ചെയ്യുന്നത്. വാങ്ങുന്ന മെഷീനുകളെല്ലാം ഔട്ട്ഡേറ്റഡ് മെഷീൻസാണ്. റോഡ് സ്വീപ്പർ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്, റോഡ് സ്വീപ്പർ ഔട്ട്ഡേറ്റഡ് മെഷീനാണ്. ഈ സക്കറും ഔട്ട്ഡേറ്റഡ് മെഷീനാണ്. ഇനിയും വാങ്ങാൻ പോകുന്ന മെഷീനുകളെല്ലാം ഇപ്പൊ മറ്റേ പായൽ പുള്ളർ വാങ്ങാൻ പോകുന്നുണ്ട്, പായൽ കട്ടറിന്റെ മെഷീൻ വാങ്ങാൻ പോകുന്നുണ്ട് എന്നാണ് മേയർ പറഞ്ഞിരിക്കുന്നത്. മേയറിന്റെ സ്റ്റേറ്റ്മെന്റിൽ അറിയാൻ സാധിച്ചു. ഈ മെഷീൻസ് എല്ലാം ഔട്ട്ഡേറ്റഡ് മെഷീൻസാണ് എല്ലാം വാങ്ങുന്നത്. അപ്പൊ ഔട്ട്ഡേറ്റഡ് മെഷീൻസ് വാങ്ങിച്ചിട്ട് അതിന്റെ O&M പോലും ഇല്ലാതെയാണ് ഈ മെഷീൻസ് വാങ്ങിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് കേടായി കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചതിന് ശേഷമാണ് ഇവിടെ മേയറും ഉദ്യോഗസ്ഥന്മാരും ഈ ജെറ്റിംഗ് കം സക്കർ മെഷീൻ അന്വേഷിച്ചു പോകുന്നത്. അപ്പൊ ആ ഒരു സ്ഥിതിയാണ് നമുക്ക് കൊച്ചി നഗരസഭയിൽ കാണാൻ കഴിയുന്നത്. വെറും കെടുകാര്യസ്ഥയും അഴിമതിയും ആണ് ഇവിടെ നടക്കുന്നത്.